ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേൾട്ടൻ മല്ലു ട്രക്കർ. ഇന്ന് നമ്മളുള്ളത് അട്ടപ്പാടിയിലാണ് കേട്ടോ. അപ്പോൾ അട്ടപ്പാടിയിലെ രാത്രി കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവുമായിരിക്കും നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തോട്ടത്തിൽ വന്നിട്ട് അവിടെ നമ്മൾ വീഡിയോ നിർത്തിയിട്ടുണ്ടാവും. ഇനി അങ്ങോട്ടുള്ള വീഡിയോ രാത്രിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് കാണുന്ന കാഴ്ച കേട്ടോ. ഇനി വരുന്ന വീഡിയോസൊക്കെ സംഗതി നമ്മളുടെ ഇക്കാടെ തോട്ടത്തിൽ നമ്മൾ ഷെഡിൽ നിന്നിട്ട് രാത്രിയിൽ ആനയോ പുലിയോ കരടിയോ വല്ലതും തോട്ടത്തേക്ക് വരുന്നുണ്ടോ, ഇവരിത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യണത്, അതൊക്കെ നോക്കുന്ന ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. ഇതിന് മുമ്പത്തെ പാർട്ട് 1 വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഇത് ശരിക്കും ഞാൻ എന്താ ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അട്ടപ്പാടിയിലെ രാത്രി കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പം നമ്മൾ വന്നതും രാത്രി ഫുഡ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ഈ പോകുന്ന റോഡും ഭയങ്കര റിസ്ക് പിടിച്ചുള്ള റോഡ് കേട്ടോ. ആനയും കാട്ടുപോത്തൊക്കെ വരുന്ന റോഡാണിത്. അപ്പോൾ നമ്മൾ രാഹുൽ ബ്രോ മുന്നേ ഇതിൽ കൂടെ പോകുമ്പോൾ കണ്ട കാഴ്ചകളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന പരിപാടി എക്സ്ട്രീം ലെവലിൽ റിസ്ക് ഉള്ള ഒരു പണിയാണ് കേട്ടോ. അങ്ങനെ എന്താണെന്ന് അറിയാം, ഞങ്ങൾ സാധനങ്ങൾ നൈറ്റ് ഫുഡ് ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ മേടിച്ചൊന്ന് പൊക്കി കാണിച്ചേ അത് ഇതാട്ടോ. അപ്പോൾ നല്ല പൊറോട്ടയും മീനും ചിക്കൻ കറിയൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാവും. അപ്പോൾ രാത്രിയായി ഒരുവിധം. അപ്പോൾ ഇനി ഈ റൂട്ടിൽ പോകുന്ന റിസ്ക് ആണ്. അപ്പോൾ എക്സ്ട്രീം ലെവലിൽ റിസ്ക് ആണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ബ്രോയുടെ ധൈര്യത്തിൽ ഞാൻ പോണത്, ഞാൻ നിന്റെ ധൈര്യത്തിലാ. രണ്ടാളും അങ്ങോട്ടും കൂടി ധൈര്യത്തിൽ ഇരിക്കുകയാണ്, വേറെ നിവൃത്തിയില്ല. പോയി നോക്കാം. അതവിടെ പട്ടി വരിക്കണ സൗണ്ട് കേൾക്കണ്ടല്ലോ ബ്രോ. നമുക്ക് ഇവിടെ നിൽക്കണത്ര നല്ലത്, നമുക്ക് അക്കരെ അമ്മോ ഇത് ഭയങ്കര കാടാട്ടോ. ഇത് കാണുന്നില്ല നമുക്ക് രാത്രി നേരത്തെ. ആനക്കാട് വട്ടപ്പേരി കൊടുങ്കാടാണ് രാത്രി ആകുമ്പോ വേറെ ഒരു ത്രില്ലാട്ടോ ഫ്രണ്ട്സ്. കണ്ട എടുത്ത് ചാട് തന്നെ അങ്ങോട്ട്. അതിന്റെ അപ്പുറത്തൊരു ഉത്തരവൊന്നുമില്ല. ഫെൻസിങ് ഉണ്ടല്ലോ, ഇനി പേടിക്കണ്ടടാ. ഡേഞ്ചർ ഏരിയ ഇനി ഏറ്റവും ഡേഞ്ചർ ഏരിയ നമ്മുടെ അവിടെ, നമ്മുടെ പുഴ കടക്കലാണ് മുത്തേ ഡേഞ്ചർ. ഹലോ, ഇത് ബ്രോ അറിയുന്ന ഒരു റിസോർട്ടാണ്. ബ്രോ കുറെ കാലങ്ങളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി ഇവിടെ തന്നെ നിർത്തുകയാണ് നമ്മൾ. കാരണം നമ്മൾ വന്ന വഴി ഉണ്ടല്ലോ, കഴിഞ്ഞ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. ആ വഴി ഇനി പോകുന്ന ഭയങ്കര എക്സ്ട്രീം ലെവൽ റിസ്ക് ആയതുകൊണ്ട് നമ്മൾ വണ്ടി ഇവിടെ തന്നെ നിർത്തുക കേട്ടോ. ഇനി അതിലും വലിയ റിസ്ക് നമ്മൾ എന്തെടുക്കാൻ പോകണമെന്ന് അറിയാം നിങ്ങൾ. അതെന്താണെന്നറിയാം, ആ വഴി ഇനി പോകുന്നത് എന്തായാലും നടക്കില്ല. കാരണം അവിടെ ആന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ഉറപ്പാണത്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ അറിയുന്നതോടെ തന്നെ നിർത്തിയിട്ട് ഇനി നമ്മൾ പുഴ കടന്ന്, അത് ഇക്കരന്ന് അക്കരയ്ക്ക് പുഴ കടന്ന് പോകണം, ആന ഉള്ള പുഴയിൽ കേട്ടോ. അപ്പോൾ ആന ഉണ്ടെന്ന് അവിടെ മുകളിൽ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ട് പോകണം. അല്ല, നമ്മൾ പോകുമ്പോഴേക്ക് ഫെൻസിങ് ഓപ്പൺ ആക്കാം അവര്. ഓണ കിടക്കുന്നത് നമ്മൾ അതിന്റെ അടി കൂടെ കുനിഞ്ഞു പോണം ഷോക്ക് അടിക്കാണ്ട്. ഒരു എക്സ്ട്രീം ലെവൽ റിസ്ക് ആട്ടപ്പോ എടുക്കാൻ പോണത്. നമുക്ക് നടക്കാം മുന്നോട്ട്. ഇവിടെ ഇറങ്ങാതോടെ തന്നെ ആരുണ്ട്? ഇല്ല. ഓൻ്റെ അമ്പോ ഭയങ്കര റിസ്ക് ആണ് കേട്ടോ. ഇത് ഇറങ്ങി പോകുന്നതേ. ഫെൻസിങ് ആണ് അല്ല, ലൈറ്റ് നടന്നു പോകുമ്പോ തന്നെ നല്ല പേടിയുണ്ട്. ആനുണ്ട്. ഇതുണ്ടോ ഇവിടെ കാനൻ കണ്ടോ? അതെ ആന മതിച്ച് കയറിയ പാടാണ് കാണുന്നത്. ഓൻ്റെ അമ്പോ ഇത് കണ്ടില്ല നിങ്ങള്. അപ്പൊ ഈ പുഴ കടന്നിട്ട് വേണം കേട്ടോ നമ്മൾ അക്കരെ പോവാന്. ഭയങ്കര റിസ്ക് ആണേ. ആന വരുന്ന ആ പാതയാണെന്ന് അറിയാം. എന്നിട്ടാണ് നമ്മൾ ഈ റിസ്ക് എടുക്കുന്നത്. ഇപ്പൊ ചെയ്യാൻ പോകുന്ന റിസ്ക് ആണ് ഫ്രണ്ട്സ്. ഇവിടെ ആന ഉണ്ടെന്നുണ്ടെങ്കിൽ പണി തീർന്നെന്ന് പറഞ്ഞാൽ നമ്മള് തീർന്ന്. ഒമ്പോ നിങ്ങള് വിറയ്ക്കുന്ന തണുപ്പിട്ട വെള്ളം. ഇല്ല ഒമ്പച്ചോ ഇതുണ്ടല്ലോ നിങ്ങള് വെള്ളം. വ്യോന്റെ ഒമ്പോ വിറയ്ക്കുന്ന തണുപ്പ്. നമ്മളെയും കാത്തത് അവിടെ. ഓ മലമ്പാമ്പോ എന്തൊക്കെയാ ഇവിടെ ഉള്ളത്? ബ്രോ കയറിക്കാം, നീ കയറിക്കാം. ഞാൻ വീഡിയോ അല്ല ഞാൻ വരാം. ഒമ്പോ ഇത് നിങ്ങൾ പാറയെന്നുള്ള ഉറപ്പന്നെ അല്ലേ? ആനയൊന്നല്ലല്ലോ. എപ്പോ വന്നേ? നോക്കി കയറി ബ്രോ, നോക്കി കയറി. അമ്മോ ഇതാ ഇവിടെ ആന നിന്ന പാട് കാണുന്നുണ്ടോ? അപ്പോൾ പുഴയത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇവിടെ ഇങ്ങനെ അടുത്ത് ഫുഡ് റെഡിയാക്കാനുള്ള പണിയാട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ശരിക്കും ഇവിടുത്തെ ഫീലിങ്സ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയാ,
കൊടുങ്കാട്ടില് ചുറ്റും ഫെൻസിങ്, 4-5 കൂട്ടുകാര് ഇങ്ങനെ രാത്രിയിൽ വൈബടിച്ചിരിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. അടിപൊളിയായി. അപ്പൊ ഞങ്ങളിനി ഡിഷ് റെഡിയാക്കുന്ന കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പൊറോട്ട, ഫിഷ് കറി. ഇത് കണ്ടോ, ഉള്ളി അരിഞ്ഞ്, തക്കാളി അരിഞ്ഞ്. വിറകടുപ്പാണ് കേട്ടോ. വിറകടുപ്പിൽ ഞങ്ങൾ ചെയ്യുന്നത്. നമുക്ക് ജലദോഷമോ പനിയോ എന്തുണ്ടെന്നുണ്ടെങ്കിലും വരകാർന്ന് വരുന്നൊരു പുഴ ഉണ്ട്. നമ്മളെ തൊട്ടടുത്ത് തന്നെ. അല്ല, ഇത് ഭവാനിയാണ്. ഇത് ഭവാനി. വരകാർന്ന് ഭവാനിക്ക് വന്ന് ചേരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ലേശം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് നമ്മളെ പനിയായാലും ജലദോഷമായാലും പെട്ടെന്ന് മാറും. ഉറപ്പായിട്ടും, ഉറപ്പ്, കൺഫേം. ഇപ്പൊ ഇവിടെ എത്ര പേര് വന്നിട്ടുണ്ട്, അവർക്കൊക്കെ അനുഭവം. അതെ, അങ്ങനല്ലേ? അത് ഔഷധമായിട്ടുള്ള. അപ്പൊ എന്റെ അമ്മ എന്തു, അതെ, ഇതാണ് എ ക്ലാസ്. ഇത് റിസോർട്ട് ക്ലാസ് ഇവിടെ ഇല്ല. തക്കാളി ഇട്ടോ. ഉള്ളി വാട്ടിട്ട് ഞാൻ കാണിച്ചെന്നില്ല. അത് തീ പിടിച്ചോണ്ട് പെട്ടെന്ന് വാടി. തീ ഒരൊറ്റ പൊന്തല് വന്നിപ്പോ പെട്ടെന്ന് വാടി. അപ്പൊ തക്കാളി ഇട്ട് പണിയൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോ എന്തെങ്കിലും മൃഗത്തിന്റെ ശല്യങ്ങളുണ്ടോ, വന്യജീവിയുടെ ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ ഈ തോട്ടത്തിന്റെ ചുറ്റുപുറത്തിലോ? ഇതിന്റെ ഉള്ളിക്ക് കയറാം, തോട്ടത്തിന്റെ ഉള്ളിക്ക്. വാഴ നശിപ്പിച്ച് 40-45 ഫസ്റ്റ് ദിവസം ആന കയറിയപ്പോ ഒന്നും ചെയ്തില്ല. രണ്ടാമത്തെ പ്രാവശ്യം ആന കയറിയപ്പോ ഒരു 45 വാഴ പോയി. അത്രേ പോയുള്ളൂ. 7500 വാഴ ഉണ്ട് ഇവിടെ. 7500 വാഴ ഉണ്ട്. എന്നിട്ടാണ് പിന്നെ രണ്ടാം പേര് ഫെൻസിലിങ് ഇട്ടു. ടൈമിൽ പിന്നെ ആനകൾ വന്നിങ്ങനെ മൂടിന് വന്നിങ്ങനെ നിന്ന് നോക്കും. ആളൊന്ന് നോക്കിയിട്ട് പിന്നെ പോവും. പിന്നെയും വരും, പിന്നെയും പോവും. കാരണം അത് നമ്മള് കാണുന്നില്ല, പക്ഷെ ക്യാമറ ഉണ്ട് അവിടെ. ക്യാമറക്കകത്ത് കാണൂല്ലേ? എങ്ങനെയുണ്ട് ഈ വന്യജീവികളുമായിട്ടും നിങ്ങളെങ്ങനെ കഴിഞ്ഞു പോണത്? എങ്ങനെയുണ്ട്? എനിക്ക് സന്തോഷാ. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാ ടൗണ് പറ്റില്ല. എനിക്ക് ഈ കാട് മല മാത്രം ഭയങ്കര ഇഷ്ടമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഇനി തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മുടെ കുടുംബം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ടൈം കാടായിട്ട് പൊരുത്തപ്പെടുക. പറയുന്നിടക്ക് ഞങ്ങള് കുക്കിംഗ് നടക്കുന്നുണ്ട് കേട്ടോ, കഥ മാത്രല്ലേ. അതെ, ഇവിടെ നിക്കാൻ തുടങ്ങിയിട്ട് വന്യജീവിയായിട്ട് നിങ്ങളും അടുപ്പത്തുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? എടുത്തേക്ക് വരിക, ആക്രമിക്കുക, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആനയുടെ മുന്നിൽ ഒരുപാട് വട്ടം ഞാൻ പെടലുണ്ട്. ഇപ്പൊ എങ്ങനെ നോക്കിയാൽ ഒരു മാസം ഒരു 10 വട്ടെങ്കിലും മുന്നിൽ പെടും. ആനയുടെ മുന്നിൽ പെടും. ഇപ്പൊ ഒരു കഴിഞ്ഞ മാസം അല്ല, ഇപ്പൊ ഒരു 2 മാസത്തോളം ആയിട്ടുണ്ടാവും. ഒരാള് തുമ്പിക്കൈ കൊണ്ട് ആനേനെ അടിച്ചിട്ട്, ആന തുമ്പി അടിച്ചിട്ട് തന്നെ കൊന്നു. അതിന്റെ തലേ ദിവസം ഞാന് സ്ഥിരം പോണ റൂട്ടാണ്, 365 ദിവസം പോയി വരുന്ന റൂട്ടാണ്. അപ്പൊ ജസ്റ്റ് മിസ് ഞാന്. അതെ, അന്ന് ജസ്റ്റ് മിസ്സില് ഞാൻ പോയി. അതിന്റെ പിക്ചേഴ്സാണ് ആ ചെങ്ങായിനെ. ഇതാണ് അപ്പൊ ഡെയിലും ജീവിത സ്റ്റൈല്. പക്ഷെ ഭയങ്കര ഇഷ്ടാ അല്ലേ? നമുക്ക് ഈ മണ്ണോട് ഇണങ്ങിയുള്ള ഒരു ജീവിതം ഭയങ്കര രസാ. മതി. പൊല്യൂഷനിൽ നിന്ന് രക്ഷപ്പെടുക, അത്രേ ഉള്ളു. ആയുസ് കൂട്ടുക, അത്രേ ഉള്ളു. മീനിടുകയാണ്. മീന് അയില. 1 തെറിച്ച് 2 തെറിച്ച്. മീൻ തുള്ളുണ്ടാട്ടാ, കിടക്കണ മീനാ. കരിവേപ്പില ഇട്ടപ്പോ മണലേ. എന്ത് സ്മെല്ലാന്ന് നമുക്ക് കിട്ടില്ല. ശരിയാട്ടോ, നല്ല മണം. വേണ്ട, മീൻകറി റെഡി ആയിട്ടോ. ഇനി ഞങ്ങള് കഴിക്കാൻ തുടങ്ങിട്ടോ. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. പൊറോട്ടയും മീൻകറിയും കഴിക്കാട്ടോ. ഇതാണ് കാട്ടിലെ കറിയും നാട്ടിലെ പൊറോട്ടയും. കാട്ടിലെ കറിയും നാട്ടിലെ പൊറോട്ടയും എങ്ങനെയുണ്ടെന്ന് പറയാം. ഞങ്ങളിവിടെ ഒരുവിധം ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോ തന്നെ ഒരുവിധം പടക്കൊക്കെ ചുറ്റുവട്ടത്ത് എല്ലാരും പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ആന ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ചുറ്റുവട്ടത്തിലൊക്കെ ആന ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പുറം ഞങ്ങളിവിടെ തീയുടെ അടുത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കായിരുന്നു കേട്ടോ. ഉറങ്ങിയിട്ടൊന്നുമില്ല, പക്ഷെ എന്തോ വന്നിട്ടുണ്ടോന്നു. പട്ടികളൊക്കെ കുരയ്ക്കാൻ തുടങ്ങി. എന്തോ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഒരു സൗണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മുന്നോട്ടിരിക്കുക. അപ്പൊ ഇവിടെയുള്ള എല്ലാവരും അലേർട്ടായപ്പോൾ അത് എല്ലാവരും ടോർച്ച് എടുത്ത് ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്ത് സൗണ്ട് അപ്പോൾ കേട്ടാവെന്ന് പറഞ്ഞു.
അത് നമ്മളെ ഫെൻസിങ്ങയുടെ കമ്പില്ലേ, ഇതിൽ നിന്ന് വരുന്നൊരു സൗണ്ടാണ്. അത് ആനയോ അല്ലെ വേറെ വല്ല മൃഗങ്ങളോ തട്ടിയാലേ ആ സൗണ്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം പോയി നോക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി പോയി നോക്കാൻ പോവാണ് കേട്ടോ ഫ്രണ്ട്സ്. എങ്ങനെയുണ്ടെന്ന് അറിയില്ല, പോയി നോക്കാം. അവിടെ നമ്മൾ ഫെൻസിങ് വെച്ചിട്ടില്ലേ, ആ ഫെൻസിങ്ങിൻ്റെ അവിടെ ആ ഫെൻസ് ഇങ്ങനെ തച്ച് പൊളിക്കുന്ന ഒരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആനയോ വേറെ വല്ല വന്യജീവി വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ പോകണം കേട്ടോ. ഞാനിവിടെ ശരിക്കും ഇവിടെ ഉറക്കല്ലാതെ നിൽക്കാനുള്ള കാരണം ഇവരുടെ ഒരു ദിവസത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അവരുടെ ഡെയിലി ലൈഫ് സ്റ്റൈൽ ഇതാണ്. നമുക്ക് ഒരു ദിവസം അവരുടെ കൂടെ നിന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നടുക്കാട്ടിനുള്ളിൽ ഇങ്ങനെ ഒരു കൃഷിസ്ഥലം, അതായത് ഒരു തോട്ടം, അത് എത്രത്തോളം രക്ഷപ്പെടുത്തണം എന്നുള്ള അവരുടെ ആ പണിയുണ്ടല്ലോ. അപ്പോൾ ഒരു ദിവസം അവരുടെ കൂടെ നിന്ന് ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉറങ്ങാണ്ട് ഇവരെ കൂടെ തന്നെ നടക്കുന്നത്. ഇനി മിണ്ടാതെ പോവാൻ നമുക്ക്. ബ്രോ ഇവിടുന്ന് എന്താ സൗണ്ട് കേൾക്കുന്നത്? ഇതെന്താ മരമല്ലേ? ഇവിടുന്ന് എന്തൊക്കെയോ സൗണ്ട് കേൾക്കണം ബ്രോ. ഇറങ്ങാം. അയ്യോ, പരമാവധി ശ്രദ്ധിച്ച് പോണേ. എൻ്റെ അമ്മോ, എന്താ ബ്രോ ഈ ഭാഗത്ത് എന്താ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ? അതെന്താന്ന്? കരടിയാ? പുലിയുടെ ശല്യം. പുലിയോ? രാഹുൽ ബ്രോ, ഇവിടെ ആനയുണ്ട്, താഴെ ആനയുണ്ട്, ഉറപ്പാ. ആ സൗണ്ട് ആനയുടെ സൗണ്ടാണത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാണുന്ന ഫ്രണ്ട്സ് 100% ഞാൻ ഷുവറാണ് ഇവിടെ ആനയുണ്ട്. കാരണം എന്താണെന്ന് പറയാം, ആന മാത്രം കൊടുക്കുന്ന ഒരു സൗണ്ട് ഉണ്ട്. അതാണ് ഇപ്പം അവിടുന്ന് കേട്ടത്. പക്ഷെ ഇവിടെ കുറച്ച് കാടുണ്ട്. ആ കാടായും കൊണ്ട് കാണാത്തോണ്ടാണ്. കണ്ടോ ഈ മരങ്ങൾ, ഈ മരത്തിന്റെ ബാക്കിൽ നിന്നാണ് സൗണ്ട് വന്നത്. കേട്ടോ നിങ്ങള് ബ്രോ? കേട്ടോ? ആനയുടെ സൗണ്ടാണത്. അപ്പോൾ ആന പുഴയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ടൊമ്പൂ. അപ്പോൾ നമ്മൾ ഫെൻസിങ്ങിൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇവിടുന്ന് പോവുള്ളൂ കേട്ടോ ഇവര്. എൻ്റെ അമ്പോ, പോവാം. രാത്രി നമ്മളുടെ സ്റ്റേയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നും കാണാത്തോണ്ട് ഇത്ര റിസ്ക് ആട്ടോ. രാത്രി 1 മണിക്കാണ് ഇതൊക്കെ സംഭവിക്കണം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം. ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ. പട്ടികളൊക്കെ അവിടെ പെരും കോര. ഈ ഭാഗത്താ? രാത്രി മുഴുവൻ ഇങ്ങനെ കണ്ണും തുറന്നിരിക്കണല്ലേ. ഇതില് കൊമ്പന്മാര് പോവില്ലേ? അതിരാവിലെ 5:30 മണിയാണ് കേട്ടോ. ഇപ്പൊ ഇതിപ്പോ സംഭവിച്ചതാ ഈ ഫെൻസിങ്? പിന്നെന്താണ് ഇപ്പൊ സൗണ്ട് കേട്ടില്ല ഞങ്ങള്? നിങ്ങള് നല്ല ഉറക്കാണ്. ഈ മരം പൊട്ടിച്ചതാണല്ലേ? ഓ, ആന കുത്തിമറിച്ചിട്ട് പോകാൻ നോക്കി. പിന്നെ ഈ ഫെൻസിങ് ഒക്കെ അതല്ലേ നീക്കി പറഞ്ഞത്. നമ്മളൊരു സൗണ്ട് എവിടെ അനങ്ങിയാലും അപ്പൊ നീക്കും. ഇത് ഇപ്പൊ ഫെൻസിങ്ങിന്റെ മുകളിൽ കൂടെ ഈ മരം പൊളിഞ്ഞാടിണ്ടോ നിങ്ങള്? അതെ, ഒരു മരം തന്നെ പൊട്ടിച്ച് വലിച്ചിട്ടുണ്ട് കണ്ടില്ല നിങ്ങൾ? എന്നിട്ട് ഈ ഫെൻസിങ്ങിന്റെ മുകളിൽ കൂടെ വീണു. ഇത്രയും വലിയ മരത്തൊക്കെ മറിച്ച് സിമ്പിളായി മറിച്ചിട്ട് പോയിണ്ടല്ലേ. ആന വന്നിട്ട് രാത്രി വലിച്ചു വാരിട്ട് നല്ല പണി ഉണ്ടാക്കി തന്നിട്ട് പോയിരുന്നു. ഫെൻസിങ്ങിന്റെ മുകളിൽ കൂടെ ഒക്കെ വീണ കണ്ടില്ല നിങ്ങള്? ഇതാണ് അവസ്ഥ. ആനതാ ഈ മലയുടെ ഈ ചെരുവിൽ നിന്നിട്ട് വരാറ്. ഈ വഴികളൊക്കെ കൊമ്പം നടന്നു പോയിട്ടുണ്ടെന്നാ പറയണേ. കണ്ടില്ല നിങ്ങള്? ഈ മലയുടെ ചെരുവിൽ വരാറ്. ഇത് വലിച്ചിട്ടപ്പോ പൊട്ടിച്ചാടി. എന്ത് കഷ്ടറിയാ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരുവിധം പരുവായിട്ടോ. രാത്രിയിൽ വലിയ ഉറക്കങ്ങളൊന്നും ഇല്ല. കാരണം ഏത് നേരം നീച്ചിട്ട് ഫുൾ ടൈം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട വേണം. അനിമൽസ് വല്ലതും വരുന്നുണ്ടോ, ആന വരുന്നുണ്ടോ എന്നൊക്കെ. ലാസ്റ്റ് ഒരു 5-5:30 ആകുമ്പോഴാണ് ഇവിടെ ഒരു ആന വന്ന് കൊമ്പ് മറിച്ച് പൊട്ടിച്ചിട്ട് പോയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ദിവസം തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഡെയിലി ഇവിടെ എന്തായിരിക്കും അല്ലേ
അടിപൊളി തന്നെ. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാൻ. സംഗതി ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.